നീ എൻ്റെ വിസ്മയമാണു തപസ്യയും ചിതറിയ ചിന്തയും നെടുവീർപ്പുമായുണർന്നെഴുന്നേറ്റ പുലരികളിൽ. നമസ്കാരം. അവർ ടി വി 24/7 ഇപ്പോൾ എത്തി നിൽക്കുന്നത് പെണ്ണില്ലത്തിൻ്റെ കൂടെയാണ്. പെണ്ണില്ലം കഴിഞ്ഞ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് ഇവിടെ എത്തിയത്. ഷാർജയിൽ ഫസ്റ്റ് അവർ 62 പുസ്തകങ്ങളുമായിട്ട് വന്ന ആൾക്കാരാണ്. ഇപ്രാവശ്യം 101 അല്ലേ? അതല്ലേ രാജി മാം? അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ വർഷം 2024 62 സ്ത്രീകളുടെ 62 പുസ്തകങ്ങൾ ഞങ്ങൾ ഒന്നിച്ചൊരു വേദിയിൽ പ്രകാശനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഷാർജയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഈ വർഷം ഞങ്ങൾ 101 പുസ്തകമായിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾക്കൊരു സ്റ്റാളും കൂടെ ഞങ്ങൾ ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. 5-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഞങ്ങളുടെ സ്റ്റാളും ഉണ്ടാവും. അപ്പം പെണ്ണില്ലത്തിൻ്റെ 101 പുതിയ പുസ്തകവും പഴയ 62 പുസ്തകവും പിന്നെ കൂടാതെ പുറത്തുനിന്ന് കുറച്ച് എഴുത്തുകാരുടെ പുസ്തകം കൂടെ ഞങ്ങൾ നമ്മുടെ സ്റ്റാളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ ഈ സ്റ്റാളിൻ്റെ ഒരു ഉദ്ദേശം സെയിലാണല്ലോ. അപ്പം വായനക്കാരായ സഹൃദയരായ എല്ലാ ആൾക്കാരും നമ്മുടെ സ്റ്റാള് സന്ദർശിക്കണം, പുസ്തകങ്ങൾ എടുക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സ്ത്രീകളുടെ ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നതാണ്. എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ ഇത്രയും വലിയൊരു കാര്യമാണ് നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ മാത്രമല്ല, മറ്റുള്ള എല്ലാ പേരും നിങ്ങളുടെ സ്റ്റാളിൽ വരും, സപ്പോർട്ട് ചെയ്യും, പുസ്തകങ്ങൾ വാങ്ങും. ഇല്ലേ? വാങ്ങണം കേട്ടോ. ഇതൊരു വലിയൊരു പ്രസ്ഥാനമായി വളരട്ടെ. അല്ലേ? അപ്പോൾ ഇതിലേക്ക് എത്തിയ ഇപ്പം 101 എഴുത്തുകാരെ ഇതിലേക്ക് എത്തിച്ചത് മാം അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. അത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ യാത്ര? അപ്പോൾ 101 പുസ്തകം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ടാർഗറ്റ് എടുത്തിട്ട് ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് പോയതാണ്. അടുത്ത വർഷം 101 പുസ്തകമായിട്ട് വരും, ഒരു സ്റ്റാളിൽ ഞങ്ങൾക്ക് ഇടണം എന്നൊക്കെ മോഹൻസാറിനോട് സംസാരിച്ചിരുന്നു. ആ ഒരു ധാരണ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് അന്ന് മുതൽ ഞങ്ങൾ ശ്രമം ആരംഭിച്ചു. നമ്മുടെ പെണ്ണില്ലം ഇതിൻ്റെ കമ്മിറ്റി ചേർന്നു. അതിൻ്റെ ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, കോർ കമ്മിറ്റി ഒക്കെ ഉണ്ട്. 116 മെമ്പർമാരാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് നിൽക്കുന്നവരാണ്. ബാക്കിയുള്ളവർ കുറേ സപ്പോർട്ടുണ്ട്. അപ്പോൾ റേഡിയോ ഉണ്ട്. ഒരു 10,000 പേരിലേക്ക് നമ്മുടെ റേഡിയോ പോകുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മുടെ വളരെ വൈഡായ ഒരു പ്ലാനിങ് ആണ് ഇതിന് പിന്നിലുള്ളത്. അപ്പം നമ്മുടെ അംഗങ്ങളായിട്ട് ചർച്ച ചെയ്തു, ഇപ്രാവശ്യം 101 പുസ്തകമായിട്ട് പോകണം, അതുകൊണ്ട് നിങ്ങൾ എഴുതണം. കഴിഞ്ഞ പ്രാവശ്യത്തിലെ പോലെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് വന്നോട്ടെ, എന്താണ് എഴുതാൻ പറ്റുന്നത് അന്നേ നിർദ്ദേശം കൊടുത്തു. അതും പ്രകാരം അതെല്ലാവരും എഴുതാൻ തുടങ്ങി. പക്ഷേ ഒരു തണുത്ത ഒരു മട്ടായിരുന്നു ആദ്യമൊക്കെ. ലാസ്റ്റ് നവംബർ വരെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും എങ്ങനെ സ്ലോ ചെയ്തു. അതിൻ്റെ ഒരു ചെറിയ വിഷമം ലാസ്റ്റ് ഉണ്ടായി. 101 പുസ്തകത്തിലേക്ക് എത്തിക്കാൻ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു വിഷമം വന്ന സമയത്ത് പെണ്ണില്ലം ഉണർന്നെന്ന് പറഞ്ഞാൽ ഉണരാവുന്നത്ര ഉണർന്നു. എന്നിട്ട് ആന്തോളജിയിലേക്ക് കയറി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതിൽ നിന്നും പെണ്ണില്ല ഒരു പ്രസ്ഥാനമാണല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു ആന്തോളജിയിലേക്ക് കയറി ഒരു 6-7 ആന്തോളജിയും കൂടെ കൂട്ടത്തിൽ സെറ്റാണ് ചെയ്താണ് 101 വന്നത്. അപ്പം കുറച്ച് പുരുഷന്മാർ അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ വലുതായിരുന്നു. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വാർഷികം നടന്ന സമയത്തൊക്കെ 22 പുരുഷന്മാർ ഞങ്ങളുടെ അതിഥികളായിട്ട് വന്ന് അവിടെ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ട് എല്ലാം, അത് സ്ത്രീകളുടെ സംഘടനയാണെങ്കിലും പുരുഷന്മാരെ ഇതിനകത്ത് വേണ്ട എന്നൊരു തീരുമാനമൊന്നുമില്ലല്ലോ. ആദ്യം മുതൽ തന്നെ എല്ലാ സപ്പോർട്ടും പുരുഷന്മാരുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെയും കൂടെ എഴുത്തുകാരായ കുറച്ച് ആൾക്കാരെ എടുക്കണമെന്നൊരാഗ്രഹം ഈ 101 വന്നുകൊണ്ട്. പക്ഷേ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല അവർക്കാർക്കും. എഴുത്ത് പബ്ലിക്കേഷൻ ആയതുകൊണ്ട് അതുകൊണ്ടാണ് എഴുത്തിടം പബ്ലിക്കേഷൻ എന്ന് പേരിട്ട്. അപ്പോൾ അവരുടെ ഒരു 5 പേരുടെ പുസ്തകം കൂടി ഉണ്ട്. ഓക്കെ, അതൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇപ്പം ഞാനൊരു കഥ എഴുതി അല്ലെങ്കിൽ ഞാനൊരു കവിത എഴുതി ഒരു പുസ്തകമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന അവർ എങ്ങനെയാണ് ഈ പെണ്ണില്ലത്തിലേക്ക് എത്തേണ്ടത്? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള നമ്മുടെ മലയാളി സമൂഹത്തിൽ ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് അവർക്ക് എങ്ങനെ രാജി മാം അല്ലെങ്കിൽ ഈ പെണ്ണില്ലത്തിലേക്ക് എത്താം?
പെണ്ണിലത്തിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഈ പബ്ലിസിറ്റി കൊടുക്കുന്നതിൽ ഞങ്ങളുടെ മെയിൻ അഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ പിന്നെ വെബ്സൈറ്റ് ആയിട്ടില്ല, ബാക്കി കാര്യങ്ങളെല്ലാം ഇമെയിൽ ഐ ഡി എല്ലാം ഉണ്ട്. പിന്നെ പേഴ്സണൽ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ, അവരിലൂടെ എല്ലാമാണ് ഈ പരസ്യങ്ങൾ പോകുന്നത്. കാര്യം നമ്മളൊരാൾ എൻ്റെ മേഖലയിലുള്ളവർ എൻ്റെ കോണ്ടാക്റ്റുമായിട്ട് അങ്ങനെ എല്ലാവരുടെയും കോണ്ടാക്റ്റുകൾ ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യ മേഖലയിലുള്ളവരെ ഇതിനോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ എഡിറ്റർ എന്നുള്ള നിലയിൽ എന്നോട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ മാറ്ററിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ ആദ്യം എടുക്കും. നമ്മുടെ കൺസെപ്റ്റുമായിട്ട് യോജിച്ച് പോകുന്നതാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ആക്കും. അങ്ങനെ അവരോട് ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തരാൻ പറയും. പിന്നെ അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്തു ലേ ഔട്ട് ചെയ്ത് പ്രസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇത് കാണുന്ന ഒരാളിന് ഇതിലേക്ക് വരണം, അപ്പോൾ അതിന് മാമൻ്റെ നമ്പർ കൊടുക്കാമല്ലോ അല്ലേ? കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ താഴെ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്ക് ഈ പെണ്ണിലത്തിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. രാജി മാം അതിന് വേണ്ടുന്നുള്ള ഗൈഡ് ലൈൻ തരും. ഒരു പക്ഷേ അടുത്ത ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ നിങ്ങളുടെ ഒരു പുസ്തകം അതിലുണ്ടാവും. സർ, ഒരു സന്തോഷം കൂടെ പറയാനുള്ളത്, അവർ 24-ലെ ഇതിൻ്റെ നമ്മുടെ ഈ 101 പുസ്തകത്തിൻ്റെ ഈ 25-ലെ ഈ പെണ്ണിലത്തിൻ്റെ കഴിഞ്ഞ വർഷം തന്നെ അവർ 24 ചാനൽ നമുക്ക് തന്നെ ഒരു എന്താ കവറേജ് ഭയങ്കരമായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അത് ഭയങ്കരമായിട്ട് അതെങ്ങനെ ഇങ്ങനെ നന്ദി പ്രേക്ഷകരോടും എല്ലാവരോടും പറയുകയാണ്. ആരാ കവിത ചൊല്ലാൻ പോകുന്നത്? ജയലക്ഷ്മി, വളരെ സന്തോഷം ഷാർജയിലേക്ക് വന്നതിൽ, നമ്മുടെ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുന്നതിൽ. ജയലക്ഷ്മിയുടെ കവിത ഞാൻ കണ്ടു. അപ്പം ഒരു കവിതയിലൂടെ തന്നെ നമുക്ക് പോവാം. ആയിക്കോട്ടെ. ഇത് എൻ്റെ ആദ്യകാല കവിതയാണ്. പക്ഷെ ആ കവിതയ്ക്ക് ഭയങ്കര പ്രാധാന്യമുള്ളത് പഠിക്കുന്ന കാലത്ത് എഴുതിയെങ്കിലും അത് കൂടെയുള്ളവരൊക്കെ ചൊല്ലിക്കൊണ്ട് നടന്ന ഒരു കവിതയാണ്. അപ്പം അത് കുറച്ച് വരികൾ. ഉഷസന്ധ്യയായി നിലാവായി അരയാലിലകളുടെ മന്ത്രണമായി നീ എൻ്റെ ഹൃദയാകാശത്തിലെത്തി. നീ എൻ്റെ വിസ്മയമാണു തപസ്യയും ചിതറിയ ചിന്തയും നെടുവീർപ്പുമായുണർന്നെഴുന്നേറ്റ പുലരികളിൽ ഉള്ളിൽ സഗദ്ഗതം വിങ്ങിയതൊന്നും പകർത്തുവാനാകാതെ എരിഞ്ഞടങ്ങിയ ദിനങ്ങളും അർജുന 10 ജപിച്ചു ഞാൻ ഇരുളിൽ ഉറങ്ങാതെ മിഴികൾ തുറന്നതും ഒരു മോഹ ശ്മശാന ഭീതിയായി ചുറ്റുമേതോ നിഴലുകൾ തെയ്യമാടിത്തിമിർത്തതും വരവന്നിനി എൻ്റെ നാവിലുദിക്കാത്ത ഇരവുകൾ പകലുകളായി കൊഴിഞ്ഞതും ഒരു മാത്ര ഇരുളിലൊരു ദീപം ജ്വലിച്ചതും ഇടറിയും തേങ്ങിയുമെൻ തൂലിക ചലിച്ചതും നീ അറിയുന്നു എന്നിലെ ആർദ്രതകൾ. നീ എൻ്റെ പ്രണയിനിയാവുന്നു. പിന്നെ കവിതകൾ മാത്രമാണോ എഴുതുന്നത്? സത്യത്തിൽ എല്ലാ മേഖലകളിലും പോയി കൈതൊടാറുണ്ട്. ചിത്രരചന അതെൻ്റെ ഒരു ഭയങ്കര പാഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ എഴുത്തിലേക്ക് വന്നത് എഴുതുമായിരുന്നു. കോളേജ് തലം തൊട്ട് ഞാൻ BCM കോളേജ് കോട്ടയത്തിലാണ് പഠിച്ചത്. അവിടുത്തെ മാഗസിനിൽ വന്നിരുന്നു കവിത. പിന്നീട് ഇങ്ങോട്ട് മിക്കയിടത്തും ലോക്കലായിട്ടുള്ള വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായ കുട്ടികളുടെ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. ഇതിനുവേണ്ടി അവധിയെടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടുത്തെ മിക്ക മത്സരങ്ങളിലും എനിക്ക് സമ്മാനം കിട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷെ പുസ്തകമാക്കുക എന്നുള്ളൊരു ഇത് ലൈഫിൻ്റെ ഈ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ മാറ്റിവെക്കുമല്ലോ, കുട്ടികൾക്ക് വേണ്ടിയോ ഒക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ സാഹിത്യം പരിപാടിയിൽ വെച്ച് തുഞ്ചൻപറമ്പ് തിരൂര് വെച്ച് രാജിമാമിനെ പരിചയപ്പെടുന്നതും രാജിമാം ക്ഷണിക്കുന്നതും. പക്ഷെ ആ ആദ്യത്തെ ഒരു വേളയിൽ എനിക്ക് പുസ്തകത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നീട് വനിതാ ദിനത്തിൽ ഞങ്ങൾ ഇറക്കിയ പുസ്തകത്തിലാണ് പങ്കെടുക്കുന്നത്. ആ പുസ്തകത്തിന് ശേഷം ഇതുപോലെ ഷാർജയ്ക്കാണെന്ന് പോലും അറിയുന്നില്ല,
സമാഹാരം ഇറക്കാൻ തീരുമാനിക്കുന്നു, കൊടുക്കുന്നു, അത് കഴിഞ്ഞൊരു ദിവസം പ്രഖ്യാപിക്കുന്നു ഷാർജയിലെ ഇന്റർനാഷണൽ ബുക്ക്. അപ്പോൾ നമുക്കുണ്ടായ ഒരു ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അമ്പിളിമാമനെ കയ്യിൽ കിട്ടിയ സന്തോഷം ആയിരുന്നു. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ എത്തിയതിനു ശേഷമുള്ള എൻ്റെ ആ ഒരു അനുഭവം എങ്ങനെയാണ്? സത്യത്തിൽ ഇതുപോലൊരു ഭാഗ്യം എല്ലാവർക്കും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കാരണം വലിയ വലിയ നമ്മളൊന്നും അത്രയും എഴുത്തുകാരായിട്ടില്ലല്ലോ. MD അതുപോലെ എഴുതി തെളിഞ്ഞ പലരും ഉണ്ട്. അവർക്കൊക്കെ കിട്ടുന്ന ഒപ്പം അല്ലെങ്കിൽ അതിലേറെ ഒരു ഭാഗ്യമാണ്. ശരിക്കും ഒരു അവാർഡ് തന്നെ കിട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ ഗ്രീസ് ഇപ്പം അതിഥിയാണ്. പക്ഷെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ബുക്കുകൾ കണ്ടു നടക്കുമ്പോൾ അതൊരു ഉത്സവമാണ്. ശരിക്കും ഇവിടുത്തെ ഉത്സവം തന്നെയാണ്, ഞങ്ങളുടെ മനസ്സിലെ ഉത്സവമാണ്. താങ്ക് യു. ഈ കേരളത്തിൽ നിന്ന് എവിടെയൊക്കെ സഞ്ചരിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്? ആക്ച്വലി ഞാൻ സ്കൂൾ തലത്തിലാണ് എഴുതി തുടങ്ങിയത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് എൻ്റെ കണക്ക് പഠിപ്പിക്കണ ഗോപിനാഥൻ സാറിനൊരു സാറുണ്ട് മലയാളപ്പുഴയിലുള്ള സാർ, അന്ന് അത് കൊണ്ടുപോയിട്ട് കറക്ഷൻ ചെയ്തൊക്കെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ആ ഹൈസ്കൂൾ തലത്തിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതാനൊരു സാഹചര്യം കിട്ടിയില്ല. പിന്നീട് ഒരു 28 വർഷത്തിന് ശേഷം ഞാൻ അതിനുശേഷം മുംബൈയിലേക്ക് വന്നിട്ട് പഠിപ്പെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി, കല്യാണം കഴിഞ്ഞ് മുംബൈയിലെ ജീവിതം. അപ്പോൾ ഇടയ്ക്ക് 28 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഗുരുനാഥനെ വീണ്ടും കാണാനിടയായി. അപ്പോൾ അന്ന് സാറ് ചോദിച്ചൊരു ചോദ്യമാണ് എന്നെ എഴുത്തുകാരിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. നീ എന്താ ഇങ്ങനെ ആയിപ്പോയേ എന്നൊരു ചോദ്യം സാർ ചോദിച്ചു. അപ്പോൾ സാറിൻ്റെ വൈഫ് എന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ടീച്ചറും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇത്ര കേട്ട പേരാണ് തുളസി, എന്തുകൊണ്ടാണ് മോള് കവിത എഴുതാത്തത്? അപ്പോൾ അന്ന് ജോർഫിഷ് ടീച്ചർ അന്ന് എൻ്റെ കവിത ആയിരിക്കണം കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് കേട്ടപ്പം എനിക്കൊരു വിഷമം വന്നു, ഞാൻ വെറുതെ പാഴാക്കി കളഞ്ഞല്ലോ. പക്ഷെ വായന സ്കൂൾ തലത്തിലുള്ളത് തൊട്ട് ഇന്ന് തുടരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് വീണ്ടും ഒന്ന് തുടങ്ങിയാലോ ശ്രമിച്ചാലോ എന്ന് കരുതിയത്. അപ്പം ചെറിയ രീതിയിൽ എഴുതി. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മുംബൈയിലുള്ള കുറേ എഴുത്തുകാരാണ്. പേരെടുത്ത് പറയേണ്ടി വരും എനിക്ക്. കണക്കൂറാർ സുരേഷ് കുമാർ, മായാദത്ത്, ജ്യോതിഷ്മി, അങ്ങനെ കുറേ എഴുത്തുകാരുണ്ട് അവിടെ. അപ്പോൾ അവരാണ് മാനസി മാഡം, പ്രസിദ്ധ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് മാനസി മാഡം. അവരൊക്കെ കൂടിയാണ് ശരിക്കും എനിക്ക് പ്രോത്സാഹനം തന്നിട്ട് എഴുത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ആ എഴുത്തിൽ നിന്ന് എങ്ങനെയാണ് പെണ്ണിലത്തിലെത്തിയത്? അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ത്രൂ തന്നെയാണ്. അപ്പോൾ പെണ്ണിലും ആദ്യമായിട്ട് ഇറക്കണ അന്തോളജി. അപ്പോൾ അതിലേക്ക് കവിതകൾ ക്ഷണിച്ചുകൊണ്ട് ഒരു പിന്നെ പ്രീത പി നായരെന്ന് പറഞ്ഞൊരു മാം എനിക്കൊരു മെസ്സേജ് ഇട്ടു, തുളസി ഒരു കവിത ഉണ്ടെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ രാജമാവിനെ കോൺടാക്ട് ചെയ്യുന്നത്. സത്യത്തിൽ ആ കവിത എനിക്ക് അവിടെ വരേണ്ടതല്ല. അപ്പോൾ ഞാൻ എന്നിട്ട് മാമിനോട് പറഞ്ഞു അത് വിട്ടേക്കൂ, കാരണം നിങ്ങൾക്ക് ആപ്റ്റ് ചെയ്ത കവിതയാവില്ല അത്. കാരണം മാം ഒരു നമ്മൾ എന്തിനാണ് ആ കവിത എഴുതുന്നത് അതിനെ ബേസ് ചെയ്തൊരു കുറിപ്പും കൂടെ കൊടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ആക്ച്വലി ആ കവിത ആ ഒരു തരത്തിലായിരുന്നില്ല. അപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു വിട്ടേക്കൂ, ഞങ്ങൾക്ക് ആ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ മാം പറഞ്ഞു ഇല്ല, എനിക്ക് ആ കവിത വേണം. അപ്പോൾ അങ്ങനെയാണ് കുറിപ്പോട് കൂടിയിട്ട് ഞാൻ ആ കവിത കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് തൊട്ട് ഞാൻ രാജമാവിൻ്റെ കൂടെയുണ്ട്. അത് പറയാൻ എനിക്ക് വളരെ അഭിമാനമാണ്. കാരണം എന്ന് വെച്ചാൽ മാം ഒരുപാട് പേരെ മീൻസ് എഴുതാനറിയാം, പക്ഷെ പിന്നീട് എന്ത് ചെയ്യണം എന്നറിയാത്ത കുറേ സ്ത്രീകളെ എല്ലാ ഗൈഡും കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പെണ്ണിലത്തിൻ്റെ കൂട്ടത്തിൽ അവർ കൂട്ടം നിൽക്കാൻ വളരെ അഭിമാനമാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് പെണ്ണിലത്തി എത്തിയത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമല്ല, ഇനി ബാക്കി ഈ 101 പുസ്തകങ്ങളുമായിട്ട് മറ്റാൾക്കാരും എത്തുകയാണ്. നമ്മുടെ പുസ്തക പ്രകാശനം നടക്കുന്നത് 11-ാം തീയതിയാണ് അല്ലേ? 11-ാം തീയതി രാത്രി 8 മണിക്ക് ഇന്റലക്ച്വൽ ഹാളിൽ. ഓക്കെ, അപ്പം അത് മാത്രമല്ല, ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എല്ലാവരും, അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പുസ്തകമുണ്ട്, അതിൽ നമ്മൾ എഴുതിയ പുസ്തകമുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, പെണ്ണിലത്തിൻ്റെ സ്റ്റാൾ സന്ദർശിക്കുക, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇതാണ് നമുക്ക് അറിയാനുള്ളത്. പെണ്ണില്ലം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മയാണ്. അത് വളർന്ന് പന്തലിക്കട്ടെ. നമുക്ക് പറ്റുന്ന എല്ലാ സപ്പോർട്ടുകളും എല്ലാവരും കൊടുക്കണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം.